ഹലോ ഗായ്സ്, സുഖം തന്നെയല്ലേ? ഞാനിന്ന് ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്ന ഫുഡ് ഇൻഡസ്ട്രിയുടെ ഒരു എക്സിബിഷനാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇത് ഫുഡ് ബിസിനസ് ചെയ്യുന്നവർക്ക് അവർക്ക് ഐഡിയാസൊക്കെ ഷെയർ ചെയ്യാനും പുതിയ പുതിയ ബിസിനസ് കൊളാബറേഷൻ നടക്കാനുമൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇത് 3 ദിവസമായി വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്നുണ്ട്. ഇപ്രാവശ്യം സ്വീറ്റ്സ് ആൻഡ് സ്നാക്സിനാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ചോക്ലേറ്റുകൾ, പോപ്കോൺ, ബിസ്ക്കറ്റ്, ഐസ്ക്രീം, കേക്ക്സ് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കണ്ടൻറ്റ്. കുറേ രാജ്യക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ജർമ്മനി, സ്പെയിൻ, അയർലാൻഡ്, ചൈന, കാനഡ, ടർക്കി, ഇറ്റലി, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇവരുമായിട്ടെല്ലാം ഷെയർ ചെയ്യാം, ഇവരുമായിട്ടുള്ള ബിസിനസ് പാർട്ട്ണർഷിപ്പ് ചെയ്യാം. അതിനൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. ആർക്കെങ്കിലും ഒരു ഫുഡ് ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ മാർക്കറ്റിൽ നിലവിലുള്ള ബിസിനസ്സുകാരായാലും ശരി, അവർക്ക് പുതിയ പുതിയ സപ്ലയേഴ്സ് വേണം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വേണം, അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് അതുവഴി കിട്ടണം, അതിന് പറ്റിയ ഐഡിയാസ് എല്ലാം ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. കുറേ കോണ്ടാക്ട്സ് കിട്ടും. അവരുടെ ബിസിനസ് എല്ലാം എലാബറേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇന്ത്യയുടെയും UAEയുടെയും പ്രൊഡക്ട്സും എല്ലാം ഇവിടെയുണ്ട്. ഇവിടെ എല്ലാ ഫുഡ് മാനുഫാക്ചറേഴ്സും അവരുടെ ഫുഡ് ഐറ്റംസ് എക്സിബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കാണാം. നല്ല ഭംഗിയായിട്ടാണ് അവരിതെല്ലാം ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇന്നോവേഷൻ ഒരു വലിയൊരു പ്രാധാന്യമുണ്ട്. ISM മിഡിൽ ഈസ്റ്റ് ഒരുക്കിയിട്ടുള്ള മീന സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ് ട്രേഡ് ഈവൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ പ്രീ രജിസ്ട്രേഷൻ ആവശ്യമാണ്. വിസിറ്റേഴ്സിനായാലും ഇതെല്ലാം നിർബന്ധമാണ്. മൂന്ന് ദിവസത്തെ ഈ ഫുഡ് എക്സിബിഷനോടുകൂടി അവർക്ക് പുതിയ പുതിയ ഐഡിയാസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടും. അങ്ങനെ അവരുടെ ട്രേഡിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ചെറിയ സാമ്പിൾ പാക്കറ്റൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ തരും.
പല ഫ്ലേവേർഡിലുള്ള കേക്കുകളുണ്ട്, പിന്നെ അതിൻ്റെ ടോപ്പിങ്സുകൾ അതെല്ലാം ഉണ്ട് ഇവിടെ. കസ്റ്റമൈസ് ചെയ്ത ചോക്ലേറ്റ് കോയിനാണിത്. ഗെയിംസിലൊക്കെ വിന്നറായവർക്ക് ഈ ഫസ്റ്റ് പ്രൈസ് ചോക്ലേറ്റ് കോയിൻ കൊടുക്കാം. ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ചോക്ലേറ്റുകളും സ്വീറ്റ്സുകളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പാൻ കേക്കുകൾ, വാഫൽ കേക്ക്, ബ്രൗണി കേക്ക്, അങ്ങനെയുള്ള കേക്കുകളൊക്കെ ഇവിടെ കാണാം. റോബോട്ടിൻ്റെ പ്രസൻസും ഇവിടെ ഉണ്ടായിരുന്നു. വേൾഡ് ട്രേഡ് സെൻറ്ററിലെ പല ഹാളിലായിട്ട് പല വിധത്തിലുള്ള ആക്ടിവിറ്റീസും അവിടെ നടക്കുന്നുണ്ട്. ഫുഡ് പ്രൊഫഷണൽസിൻ്റെ ടോക്സൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഗൾഫ് ഫുഡ് ഗ്രീൻ ആ സെക്ഷനിലോട്ട് പോകാം. അവിടെയാണ് ഓർഗാനിക് ഫുഡിൻ്റെ കളക്ഷൻസൊക്കെ നമുക്ക് കാണാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഉണ്ട്. ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കണം, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം, പ്രകൃതിക്ക് ദോഷമായി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ടാർഗറ്റിൽ എത്താൻ പറ്റുകയുള്ളൂ. ഓർഗാനിക് ഫുഡിൻ്റെയും പ്ലാന്റ് ബേസ്ഡ് ഫുഡിൻ്റെയും ഒരു കളക്ഷൻ നമുക്കിവിടെ കാണാം. ഫുഡ് പാക്കിങ്ങിൻ്റെ ഒരു സെക്ഷനും ഇവിടെ ഉണ്ടായിരുന്നു. ദുബായ് ഗവൺമെൻറ് ഫുഡ് ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ മീറ്റപ്പ് ആൻഡ് ഗ്യാതറിംഗ് വളരെ നന്നായിരുന്നു. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയ വീഡിയോകളുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.